ഉപഭോഗം കുറയ്ക്കാനായി ബാർ ലൈസൻസ് റദ്ദാക്കിയ സർക്കാർ ബിയർ ലൈസൻസുകൾ അനുവദിച്ചതിൽ സുപ്രീം കോടതിക്ക് അതൃപ്തി. മദ്യനയത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്നതാണ് കേരള സർക്കാരിന്റെ നടപടിയെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. മദ്യനയം നടപ്പാക്കിയത് അർദ്ധമനസ്സോടെയാണോ എന്നും സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചു. സംസ്ഥാന സർക്കാർ മദ്യനയം നടപ്പിലാക്കിയതിനു പിന്നിലെ അന്തസത്തയാണ് സുപ്രീം കോടതി സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചത്. മദ്യ ഉപഭോഗം കുറയ്ക്കാനായി ബാർ ലൈസൻസുകൾ റദ്ദാക്കിയെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിക്കാം. പക്ഷേ ബിയർ, വൈൻ ലൈസൻസുകൾ നൽകിയത് എന്തിന്? സർക്കാർ കൊണ്ടുവന്ന മദ്യനയത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയായി പോയി മറുവാതിലൂടെ നൽകിയ ബിയർ, വൈൻ ലൈസൻസുകളെന്ന് ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അർത്ഥമനസ്സോടെയാണോ കേരളം മദ്യനയം നടപ്പിലാക്കിയതെന്നും സുപ്രീം കോടതി ചോദിച്ചു. ബാർ ലൈസൻസ് റദ്ദാക്കിയത് ചോദ്യം ചെയ്യുന്ന ബാർ ഉടമകൾ എന്തുകൊണ്ടാണ് ബിയർ ലൈസൻസുകൾ അനുവദിച്ചതിനെ കുറിച്ച് മൗനം പാലിക്കുന്നതെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ബാറുകൾ അടച്ചുപൂട്ടുന്നത് ടൂറിസത്തെ ബാധിക്കുമെന്ന ഹോട്ടൽ ഉടമകളുടെ വാദത്തെ കോടതി വിമർശിച്ചു. മദ്യമുണ്ടോ എന്ന് നോക്കിയല്ല ടൂറിസ്റ്റുകൾ വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നയത്തിൽ കോടതി ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്ന് സുപ്രീം കോടതി ഇന്നും ബാർ ഉടമകളെ ഓർമ്മിപ്പിച്ചു. ഇത് 4ാം ദിവസമാണ് ബാർ കേസിൽ സുപ്രീം കോടതി തുടർച്ചയായി വാദം കേൾക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാർകോഴ കേസിലെ വസ്തുതാവിവര റിപ്പോർട്ടിൽ മാണിക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ. കോഴ നൽകിയ ദിവസം ബാറുടമകളും മാണിയും ഒരേ ടവറിന്റെ പരിധിയിൽ എത്തിയതിനും മാണിയുടെ പേഴ്സണൽ സ്റ്റാഫ് സിബിയുടെ നമ്പറിൽ നിന്നും ബാറുടമ കൃഷ്ണദാസിനെ വിളിച്ചതിനും വിജിലൻസിന് തെളിവുകൾ ലഭിച്ചു. 2014 മാർച്ച് 22-ന് ബാറുടമകൾ കെ എം മാണിയുടെ പാലായിലെ വീട്ടിലെത്തി ആദ്യ ഗഡുവായ 15 ലക്ഷം രൂപ കൈമാറിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. അന്നേ ദിവസം ധനമന്ത്രി കെ എം മാണിയുടെയും പണം കൈമാറാനെത്തിയ ബാറുടമകളുടെയും മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഒന്നായിരുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കെ എം മാണിയുടെ യാത്രാരേഖകളിലും അദ്ദേഹം പാലായിൽ ഉണ്ടായിരുന്നതായി വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നു. ബാറുടമകളെ മാർച്ച് 22-ന് കണ്ടിട്ടില്ലെന്ന ധനമന്ത്രിയുടെ വാദം വിശ്വസനീയമല്ല എന്നും വിജിലൻസ് SP സുകേഷിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മാണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ സിബിയുടെയും ഔസേപ്പച്ചന്റെയും മൊബൈൽ ഫോണുകളിൽ നിന്ന് പണം നൽകാനെത്തിയ ബാറുടമകളിൽ ഒരാളായ കൃഷ്ണകുമാറിനെ വിളിച്ചതിന്റെ തെളിവുകളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. രാവിലെ 8:04-നും 8:08-നും ഇരുവരും കൃഷ്ണകുമാറിനെ വിളിച്ചതിന്റെ രേഖകളാണ് വിജിലൻസിന്റെ പക്കലുള്ളത്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2014 മാർച്ച് 22-ന് 2:30-നും 3:30-നും ഇടയിൽ ധനമന്ത്രി കെ എം മാണി തന്റെ കൊട്ടാരമറ്റത്തെ വസതിയിൽ വെച്ച് 15 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് വിജിലൻസ് SP സുകേഷിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അടിവരയിടുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർഡ് വിഭജനത്തിൽ മുഖ്യമന്ത്രിയെ ലീഗ് നേതൃത്വം നേരിട്ട് കണ്ട് അതൃപ്തി അറിയിച്ചു. UDF-ൽ ലീഗിനെ ഒറ്റപ്പെടുത്തുകയാണെന്ന് നേതാക്കൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. എന്നാൽ ലീഗുമായി പ്രശ്നങ്ങൾ ഇല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. UDF സർക്കാർ പ്രതിസന്ധിയിലാകുന്ന വിഷയങ്ങളിൽ ഉത്തരവാദിത്തം ലീഗിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഭരണമുന്നണിയിലെ ചിലർ ശ്രമിക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ പരാതി. ലീഗിനെതിരായ വിമർശനങ്ങൾക്ക് UDF നേതൃത്വം മറുപടി നൽകുന്നില്ല. ഇക്കാര്യത്തിലുള്ള അതൃപ്തിയാണ് നേതാക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രതിസന്ധിയിലും പാഠപുസ്തക അച്ചടി വൈകിയതിലും ലീഗ് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു. പാണക്കാട് ചേർന്ന ഉന്നതാധികാര സമിതിയിലെ തീരുമാനമനുസരിച്ചാണ് അതൃപ്തി നേരിട്ടറിയിച്ചതെന്നാണ് സൂചന. അതേസമയം ലീഗുമായി പ്രശ്നങ്ങളില്ലെന്നും പാർട്ടി പരിപാടി ഉള്ളതിനാലാണ് ലീഗ് മന്ത്രിമാർ വിഴിഞ്ഞം കരാർ ഒപ്പിടലിൽ നിന്ന് വിട്ടുനിന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അവസാനം കണ്ടുപിടിച്ചത് ഇതാണല്ലേ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവരുടെ പാർട്ടി മീറ്റിംഗ് ആയിരുന്നു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവർ നേരത്തെ വെച്ചതാണ്. അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശം തള്ളിയ ധനവകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ലീഗ് നേതാക്കൾ പരസ്യ വിമർശനത്തിന് മുതിരുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യമന്ത്രിയുടെ വിമർശനം. വാർഡ് വിഭജന സമയത്ത് എന്തുകൊണ്ട് എതിർത്തില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മുഖ്യമന്ത്രി. ഭൂപരിധി നിയമത്തിൽ ഇളവ് അനുവദിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വാർഡ് വിഭജനത്തിൽ നാളെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. വാർഡ് പുനർനിർണയത്തിന്റെ സമയത്ത് 14 ജില്ലകളിലും സഞ്ചരിച്ചപ്പോഴില്ലാതിരുന്ന പരാതി ഇപ്പോഴെങ്ങനെയുണ്ടായെന്നാണ് കമ്മീഷനോട് മുഖ്യമന്ത്രിയുടെ ചോദ്യം. എല്ലാവർക്കും ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ഈ ലിമിറ്റേഷൻ. ഈ ദിവസങ്ങളിലെല്ലാം കേരളത്തിലെ 14 ജില്ലകളിലും പോയി. അന്നാരും ഇത് പറയാതിരുന്ന എന്താ? പുതിയ വാർഡുകൾ അടിസ്ഥാനമാക്കിയാൽ തെരഞ്ഞെടുപ്പ് വൈകുമെന്ന കമ്മീഷന്റെ നിലപാടിലാണ് മുഖ്യമന്ത്രിക്ക് അതൃപ്തി. വ്യവസായങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നതിനുള്ള ഇളവിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഭൂപരിധിക്ക് പുറത്ത് എക്സംഷൻ വേണം എങ്കിൽ 1 ഏക്കറിന് കുറഞ്ഞത് 10 കോടി രൂപയുടെ
ഇൻവെസ്റ്റ്മെൻറ്റും 20 തൊഴിലവസരങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം എന്ന ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതിയിലെ പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട ചർച്ചയിലും തീരുമാനമായില്ല. ഓണത്തിന് ശേഷം ചർച്ച തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും തീരുമാനം നീണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും ലത്തീൻ സഭാ പ്രതിനിധികൾ പ്രതികരിച്ചു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന രണ്ടാം വട്ട ചർച്ചയിലും വിഴിഞ്ഞം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് തീരുമാനമായില്ല. ലത്തീൻ സഭാ നേതൃത്വവും മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ 15-ാം തീയതി നടത്തിയതിന്റെ തുടർച്ചയായിരുന്നു ഇന്നത്തെ ചർച്ച. അതേസമയം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതായി ചർച്ചയ്ക്ക് ശേഷം ലത്തീൻ സഭാ നേതൃത്വം അറിയിച്ചു. പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും പാക്കേജ് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനം ഓണം കഴിഞ്ഞ് തുടർ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ലത്തീൻ സഭാ നേതൃത്വം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയിരിക്കുന്ന കരനഷ്ടം സംബന്ധിച്ചും വീടുകൾ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ചും തൊഴിൽ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കടലിൽ ഡ്രെഡ്ജിങ്ങും കപ്പലുകളുടെ ഓട്ടവും കാരണം മത്സ്യസമ്പത്തിൽ ശോഷണമുണ്ടാകുമെന്നും ധാരാളം അപകടത്തിന് സാധ്യതയുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഒരു തുടർ ചർച്ച ഓണത്തിന് ശേഷം ഞങ്ങളുമായി നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം കരാർ ഒപ്പിടുന്നതിനു മുമ്പ് പ്രതിഷേധ സൂചകമായി തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായത് ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും വേണ്ടിവന്നാൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുമെന്നും സഭ ഇടയലേഖനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കരാർ ഒപ്പിട്ട സാഹചര്യത്തിൽ തൃപ്തികരമായ പുനരധിവാസ പാക്കേജ് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് സഭാ നേതൃത്വം ഇന്നു നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. വിജയ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നർത്തകിയും സിനിമാ താരവുമായ ആശാ ശരത്തിൻ്റെതെന്ന പേരിൽ വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവരെ തിരിച്ചറിഞ്ഞു. 20 വയസ്സുള്ള 2 യുവാക്കളാണ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. മലപ്പുറം സ്വദേശികളായ യുവാക്കൾ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. വീഡിയോ അപ്ലോഡ് ചെയ്ത സമയം പോലീസ് കണ്ടെത്തി. വിശദാംശങ്ങളുമായി ബിജേഷ് ചേരുന്നു. ബിജേഷ്, ഇവരാണ് അപ്ലോഡ് ചെയ്തത് വീഡിയോ എന്ന കാര്യത്തിൽ നിഗമനത്തിലേക്ക് എത്തി. തെളിവുകളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ ശരത്തിന്റെ വ്യാജ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. മലപ്പുറം സ്വദേശികളായ 20 വയസ്സുള്ള 2 പേരെ പോലീസ് ചോദ്യം ചെയ്തു. ഇവർ ഈ കുറ്റം സമ്മതിച്ചു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇനി ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചതും ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് മേധാവികൾക്ക് പോലീസ് ഒരു ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. അതായത് ഈ ആശാ ശരത്തിന്റെ വ്യാജ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് ലഭ്യമാവുക എന്നതാണ് ഈ ഇമെയിൽ സന്ദേശത്തിലൂടെ പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അതിന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ആ ഇമെയിൽ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്ന IP അഡ്രസ് ഇവരിൽ നിന്നും ശേഖരിച്ച കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും ഒന്ന് തന്നെയാണോ എന്നതാണ് ഇതിന്റെ അവസാനവട്ട പരിശോധനയുള്ളത്. അത് കൃത്യമാവുകയാണെങ്കിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിലെല്ലാം തന്നെ ആശാ ശരത്തിന്റെ വ്യാജ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചത് തങ്ങൾ തന്നെയാണ് എന്ന് സമ്മതിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇവരുടെ അറസ്റ്റ് ഏതായാലും ഇതുവരെയും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ആശാ ശരത്തിന്റെ എന്ന പേരിൽ വ്യാജ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്നതും തുടർന്ന് ആശാ ശരത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ക്രൈം ഡിറ്റാച്ച്മെന്റിനും ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നത്. അന്ന് തന്നെ പോലീസ് കൃത്യമായിട്ട് ആശാ ശരത്തിന് പറയുകയും ചെയ്തിരുന്നു. ആശാ ശരത്തിന്റെ വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം വിജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. റബ്ബർ കാപ്പി തോട്ടം മേഖലകളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ടയർ കമ്പനികളുടെയും ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകളുടെയും താൽപര്യം സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. റബ്ബർ കാപ്പി തോട്ടം മേഖലകളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് വഴി 100% വരെയും നേരിട്ടല്ലാതെ 49% വരെയും വിദേശ നിക്ഷേപം അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട്. നിയന്ത്രണമില്ലാതെയുള്ള റബ്ബർ ഇറക്കുമതിയിലൂടെ 12 ലക്ഷത്തോളം റബ്ബർ കർഷകർ പ്രതിസന്ധി നേരിടുകയാണ്. ഇറക്കുമതിയിലൂടെ ടയർ ലോബിയുടെ താൽപ്പര്യങ്ങളും ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. 1 ലക്ഷം കുടുംബങ്ങൾ ആശ്രയിക്കുന്നതാണ് കേരളത്തിലെ കാപ്പി കൃഷി. അന്താരാഷ്ട്ര മാർക്കറ്റ് വിലയ്ക്കനുസൃതമായ വില കാപ്പിക്ക് ഇവിടെ ലഭിക്കുന്നുമില്ല. റബ്ബർ കാപ്പി മേഖലകളിൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകുന്നത് നമ്മുടെ മണ്ണിൽ വൻതോതിൽ കൃഷി നടത്തി ലാഭം വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകാനാണ്.
രണ്ട് മേഖലകളിലുമുള്ള വിദേശ നിക്ഷേപത്തിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ സർക്കാർ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.